ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജെറി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതിമനോഹരമായ ഒരു സുന്ദരമായ ഒരു ഗാർഡൻ പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നിവിടെ എൻ്റെ ഒരു ചെറിയൊരു വർക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിമനോഹരമായ ഒരു പ്ലേസാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഈ സ്ഥലം. വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. നല്ല ഗാർഡനും അതിനൊത്ത് കളിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗ്രൗണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടും പിന്നെ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഗാർഡനും കൂടെയാണ്. നമുക്കിന്ന് ഇവിടുത്തെ അതിമനോഹരമായ ഗാർഡനും പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ കൂടെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. ഫ്രണ്ട്സ്, ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളണേ. എൻ്റെ പേരാണ് ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റിന്. എൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്. അവ പുതിയതായിട്ട് എടുത്തതാണ്. എടുത്തിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. പക്ഷേ എൻ്റെ പേരാണ് ആ നമ്പർ പ്ലേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്താണ് നമ്മുടെ വർക്ക് നടക്കുന്നതെന്ന്. ഇതിനകത്താണ് ഇവിടെ ഒരു കല്യാണമാണ്. കല്യാണത്തിൻ്റെ ഡെക്കറേഷനാണ് ഞങ്ങൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നടക്കുന്നത് ഡെക്കറേഷൻ, ഞങ്ങളുടെ വർക്ക്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇരിക്കാൻ വേണ്ടിയായിട്ട് ചെയ്തു വെച്ചൊരു ഗാർഡനാണ്. ഫുള്ള് പൂപ്പന്തൽ എന്ന് പറയാം. അത് നാച്ചുറലായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയായിട്ടുള്ള കാര്യങ്ങൾ. ഗാർഡനൊക്കെ എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ഗാർഡൻ. വെറൈറ്റി പൂക്കൾ എല്ലാം നമ്മൾ സാധാരണ കാണുന്ന പൂക്കളെങ്കിലും പക്ഷേ ഇവിടെ അതിനൊരു പ്രത്യേക ഒരു മനോഹാരിത എന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി നല്ലൊരു ഭംഗി. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ജെൻഡറാണ്. ആൾ പാവമാണ്. നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ കാണുന്നിടത്താണ് വർക്ക്. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് നേരെ കാണുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ വർക്ക്. ഇവിടെയാണ് നമ്മൾ സ്റ്റേജ് ചെയ്യണത്. പന്തലൊന്നുമില്ല, ഓപ്പൺ സ്റ്റേജാണ്. ഓപ്പൺ സ്റ്റേജിലെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച ഉടനെ തന്നെ വിശപ്പടിച്ച് അത് ലഞ്ച് ടൈമായി. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇനി അടുത്ത വർക്ക് തുടങ്ങുന്നത്. എല്ലാവരും നല്ല വിശപ്പിലാണ് ഇരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. കോഴിയിറച്ചി, എല്ലാ ദിവസവും കോഴിയിറച്ചിയാണ്. കോഴിയിറച്ചി, അതുപോലെ തന്നെ ചോറും പിന്നെ ചെറിയ 1-2 കറികൾ. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർക്കിലോട്ടുള്ള പരിപാടികളാണ്. ഫുള്ള് വർക്കാണ്. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ എൻട്രൻസിൻ്റെ ഡിസൈൻ. ഇവർക്ക് ആവശ്യപ്പെട്ടത് ഇതാണ് ഡിസൈൻ. അപ്പോൾ ഇവിടത്തേക്ക് ഇതാണ് ഓക്കെ ബെറ്റർ. പിന്നെ നേരെ കാണുന്നതാണ് നമ്മുടെ സ്റ്റേജ്.
ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ നിന്ന് വർക്ക് ചെയ്യുന്ന പയ്യന്മാരെല്ലാം പിള്ളേരെല്ലാം വന്നിട്ട് സ്റ്റുഡൻസ് ആണ്. എല്ലാവർക്കും 19-20 വയസ്സിനകത്തൊക്കെ ഉള്ളൂ. അതായത് 22 വയസ്സ്, അതാണ് മാക്സിമം യവന്മാരെ വയസ്സുകൾ. കാരണം എല്ലാം കൊച്ചു പയ്യന്മാരാണ്. ഇവരെന്ന് പറയുമ്പം സ്വന്തമായിട്ട് പാർട്ട് ടൈമിന് ജോലിക്ക് വന്ന് സ്വന്തമായിട്ട് അധ്വാനിക്കുകയാണ്. അച്ഛനെ അമ്മയെ ആരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചിലവിൽ സ്വന്തം രീതിയിൽ നടത്തിക്കുന്നു. ചിലവരെന്ന് പറയുമ്പോൾ 3-4 പേര് ചേർന്ന് സ്വന്തമായിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് തങ്ങി നിന്ന് ജോലി ചെയ്ത് പഠിക്കുകയാണ്. ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അതായത് കണ്ടില്ലേ, ഇവന്മാർക്ക് വേണമെങ്കിൽ അവന്മാരെ പൈസയ്ക്ക് എന്ത് വേണോ ഉപയോഗിക്കാം, എന്ത് വേണോ ചെയ്യാം. പക്ഷെ അവന്മാർ അങ്ങനെ ആ ഒരു ഡ്രഗ്സോ അല്ലെങ്കിൽ ഒരു ലഹരിയോ, അവന്മാരെ ലഹരി എന്ന് പറയുമ്പോൾ ഗെയിം കളിക്കുക, അതുപോലെ തന്നെ ചൂണ്ടയിടാൻ പോകുക, ഇതൊക്കെയാണ് അവന്മാരെ ടൈം പാസുകൾ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പം അതായത് നമ്മുടെ പയ്യന്മാരോട്, നമ്മളെ ചെറുപ്പക്കാരോട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഇതുപോലെ സ്വന്തമായി അധ്വാനിക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഡ്രഗ്സിൻ്റെയും മറ്റേൻ്റെയൊക്കെ ബാക്കിൽ പോയി അതും അടിച്ച് ഏതെങ്കിലും ഒഴിഞ്ഞ പരേടങ്ങളിലിരുന്ന് വല്ലയിടത്തൊക്കെ ഇരുന്ന് ഈ സമയങ്ങൾ വെറുതെ കളയരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്കെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വാക്ക് വേ കാർപ്പറ്റ് ഇടണം. പക്ഷേ ഇവിടെ മഴക്കാർ ഉള്ളതുകൊണ്ട് അത് നാളെ ഇടാമെന്ന് വിചാരിച്ച് ഇന്ന് ഇട്ടിട്ടില്ല കാർപ്പറ്റ്. അതായത് വാക്ക് വേ കാർപ്പറ്റ് ഇടണം. കാരണം വാക്ക് വേ എന്ന് പറയുമ്പോൾ ഈ നേരെ നടന്ന് കയറുന്നതാണ് വാക്ക് വേ. ഇവിടെ നിന്ന് നേരെ നടന്ന് കയറി കഴിഞ്ഞാൽ വാക്ക് വേ കാർപ്പറ്റ് ഇട്ട് കഴിഞ്ഞാലും അഴുക്കാവും, വെള്ള കാർപ്പറ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇനി അത് നാളെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇടാനുള്ള ഐഡിയയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി നേരെ ലെഫ്റ്റ് തിരിയുമ്പോൾ സ്റ്റേജ്. അവിടെയും കാർപ്പറ്റ് ഇട്ടിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വോക്ക് വേ ബോക്സ്, വോക്ക് വേ പൂവ്, കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നേരെ കാണുന്ന ടേബിൾ, അതായത് ഈ ചെറിയ ടേബിൾ എന്ന് പറയുമ്പോൾ നിക്കാഹ് ടേബിൾ എന്ന് പറയും. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഈ നിക്കാഹ് ടേബിൾ എന്ന് പറയുന്നത്, ഈ ടേബിളിൽ ലെഫ്റ്റ് റൈറ്റ് 3 ചെയർ ഇടും. 3 ചെയർ ഇട്ടിട്ട് പെണ്ണും ചെറുക്കനും ഇരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഉസ്താദും ഇരുന്ന്, പിന്നെ അവരുടെ അച്ഛനും അമ്മയും ഓപ്പോസിറ്റ് അച്ഛനും അമ്മ ആരോ ഇരുന്ന് കൈ പിടിച്ചു കൊടുക്കും. ഉസ്താദ് ഓതി കൈ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ടേബിളാണിത്. ഇതെല്ലാ നിക്കാഹിനും എല്ലായിടത്തും നമ്മൾ ചെയ്തു വയ്ക്കാറുണ്ട്, അവർക്ക് ആവശ്യമാണ് അത്. പിന്നെ ഈ നേരെ കാണുന്നതാണ് സ്റ്റേജ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മലേഷ്യയിലെ നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ മലേഷ്യയിലെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യർക്കും ദൈവം രാജാവും റാണിയാവാൻ വേണ്ടി ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. ആ ദിവസം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ദിവസം. നമ്മൾ രാജാവിനെയും റാണിയെയും പോലെ ഒരുങ്ങി എന്ത് പറയാൻ വേണ്ടി രാജകസേരയിൽ സിംഹാസനത്തിലിരിക്കും പോലെ നമ്മൾ ആ സോഫയിലിരിക്കുമ്പോൾ നമ്മളെ ചുറ്റും പ്രജകളെപ്പോലെയും മന്ത്രിമാരെയും പോലെയും നമ്മുടെ വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം വന്നിങ്ങനെ അണിനിരന്ന് നിന്ന് നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസം എന്ന് പറയുമ്പോൾ അത് ഇന്നാണ്. അതായത് നമ്മുടെ കല്യാണ ദിവസം. അത് ദൈവം അനുവദിച്ചിട്ടുള്ളവർക്ക് ആ ദിവസം സമ്പൂർണ്ണമായിട്ട് ദൈവം കൊടുക്കും.